കോഴ വാങ്ങി പ്രവേശനം CCTV എക്സ്ക്ലൂസീവ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. CCTV എക്സ്ക്ലൂസീവ്. പഴഞ്ഞി MD കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിന് കോഴയായി വാങ്ങുന്നത് ലക്ഷങ്ങൾ. കോഴ നിക്ഷേപിക്കേണ്ടത് ബാങ്കിൽ. ഇടപാട് നടന്നത് കോളേജ് സെക്രട്ടറിയുടെ ആയുർവേദ മരുന്ന് ഷാപ്പിൽ. ഞങ്ങളുടെ കുന്നംകുളം, ഗുരുവായൂർ, പോർക്കുളം ബ്യൂറോകൾ സംയുക്തമായി തയ്യാറാക്കിയ അന്വേഷണാത്മക റിപ്പോർട്ടിലേക്ക്. ഇങ്ങനെ നമുക്കിതിന് വല്ല ഇവിടെ സാമ്പത്തികം ഉണ്ടോ? എന്താ പൈസ അതെ അതെ എത്ര? എല്ലാ കോഴ്സിനും ഒരു ലക്ഷം. അത് എത്ര ശതമാനം മാർക്കുണ്ട്? അത് 75. CBSE ആണ്. കേരള ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി വിദ്യാർത്ഥികളിൽ നിന്നും കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും രേഖകളും പുറത്തുവന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള എയ്ഡഡ് കോളേജായ പഴഞ്ഞിമാർ ഡൈനോഷിയസ് MD കോളേജിലെ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ലക്ഷങ്ങൾ കോഴയായി ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും രേഖകളുമാണ് പുറത്തുവന്നത്. അതിനെത്ര സെൽഫ് ഫിനാൻസിങ്ങിന് ഫീസ്? രണ്ടും ഏകദേശം വരും. മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളിൽ നിന്നാണ് കോളേജ് അധികൃതർ കോഴ വാങ്ങുന്നത്. BComന് 1 ലക്ഷം, BCA 1.5 ലക്ഷം, BBA 1.6 ലക്ഷം എന്നീ നിരക്കുകളിലാണ് സീറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നത്. സ്റ്റേറ്റ് ലെവലിലൊക്കെ എവിടെയാ? എവിടെയുള്ള? അതല്ലേ? ശരി. എവിടെ വീട്? അതെ അവർക്ക് എല്ലാവർക്കും പോയി 1.5 വരൂല്ലേ? ഒരേ മാനദണ്ഡം വെക്കാതെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതും ഇപ്പൊ നേരത്തെ വിളിച്ച ഞങ്ങള് ഒരു സീറ്റ് പറഞ്ഞത് 2 മണി വരെ ഞാൻ വെയിറ്റ് വന്നു. 2:30 3 അപ്പൊ നീ വെയിറ്റ് വെച്ചില്ല ഒരു സീറ്റ് കൊടുക്കാം. ശരി. ഇവിടുത്തെ സംവിധാനം എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൈസ നിങ്ങൾ നേരിട്ടിട്ട് ബാങ്കിലാണ്. ഞങ്ങൾ ആ കാശ് വാങ്ങി വെക്കുകയോ റെസീറ്റ് എഴുതിയോ. അതുകൊണ്ട് വെച്ചാൽ കൊടുക്കുന്ന സംഖ്യ കോളേജിന്റെ ഗവൺമെന്റ് ഫണ്ടിലേക്ക് വ്യക്തമായിട്ട് പോകുന്നത് കാരണമാണ്. ഇപ്പൊ എന്റെ സ്വന്തം കോളേജിൽ നിന്നല്ലോ ഫണ്ട് സഭയിൽ നിന്നൊന്നും ഫണ്ട് കിട്ടിയിട്ട് കോളേജ് ഡയറക്റ്റ് ചെയ്യും. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതാക്കിയാലാണ് കോളേജ് നടക്കും. ഫാക്കൽറ്റി അതുപോലെ നടക്കണം. വേണ്ട ഫെസിലിറ്റി എല്ലാം കൂട്ടി കൊടുക്കും. കോഴ സംഖ്യ അടപ്പിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ ചിറക്കൽ ശാഖയിലാണ്. വ്യത്യസ്തരായ നിരവധി ആളുകൾ ഒപ്പിട്ട ചലാൻ വഴിയാണ് പണം ബാങ്കിൽ അടപ്പിക്കുന്നത്. കോളേജ് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ പേരിലാണ് അഴിമതി നടക്കുന്നത്. ധനലക്ഷ്മി ബാങ്കിന്റെ പൈസ എടുത്തിട്ട് കൗണ്ടർ ഫോയിൽ ഇവിടെ തന്നാൽ ഞാൻ വിളിക്കാറ്. ബ്രാഞ്ച്
ഇവിടെ അടുത്ത സ്റ്റോപ്പ് ചെറുക്കുന്ന ബസ്സാണെങ്കിൽ നേരെ പോയി ചെറുക്കുന്ന സ്റ്റോപ്പിലുണ്ട് ധനലക്ഷ്മി ബാങ്ക്. സ്കൂളുകളിലോ കോളേജുകളിലോ പ്രവേശനത്തിനായി കോഴ വാങ്ങരുത് എന്നാണ് നിയമം. ഇത് ലംഘിച്ചാണ് ഒരു എയ്ഡഡ് കോളേജ് വൻ തുക കോഴയായി വാങ്ങുന്നത്. ഉദ്ദേശം 40 മാനേജ്മെന്റ് സീറ്റാണ് കോളേജിലുള്ളത്. ഇതിൽ നിന്നുമായി പ്രതിവർഷം ഉദ്ദേശം 3/4 കോടി രൂപയോളം കോഴ ലഭിക്കുന്നുവെന്നാണ് കോളേജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം. 150 രൂപ വിലയുള്ള 500ഓളം അപേക്ഷകളാണ് കോളേജിൽ ഈ വർഷം നൽകിയത് എന്ന് അറിയുന്നു. അപേക്ഷാ ഫോം വിറ്റ വകയിൽ മാത്രം ഏകദേശം 75,000 രൂപയാണ് കോളേജിന് ലഭിക്കുക. മാനേജ്മെന്റ് സീറ്റിനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ വിദ്യാർത്ഥിക്ക് കോളേജ് സെക്രട്ടറി ഇൻചാർജും ട്രഷററുമായ ആളുടെ വിസിറ്റിംഗ് കാർഡ് നൽകും. തുടർന്ന് കാർഡിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇദ്ദേഹം നടത്തുന്ന പഴഞ്ഞി സെന്ററിലുള്ള ഔഷധി ആയുർവേദ ഷോപ്പിൽ എത്തുവാൻ ആവശ്യപ്പെടുകയാണ് പതിവ്. അവിടെ എത്തുന്ന രക്ഷിതാവിനോട് മേശപ്പുറത്തുള്ള ഫയലിൽ നിന്ന് വിദ്യാർത്ഥിയുടെ അപേക്ഷാ ഫോം എഴുത്തു നൽകുവാൻ ആവശ്യപ്പെടും. തുടർന്ന് സീറ്റ് കുറവാണെന്നും കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ശേഷം വിവരം പറയാമെന്നും പറഞ്ഞ് ഡിമാൻഡ് കൂട്ടും. പിറ്റേന്ന് വിളിച്ച ശേഷം പണവുമായി വരണമെന്ന് പറഞ്ഞ് അപേക്ഷകരെ മടക്കി അയക്കും. പണവുമായി എത്തിച്ചേരുന്ന രക്ഷിതാവിന് വ്യത്യസ്തരായ 20ഓളം ആളുകളുടെ പേരിൽ തയ്യാറാക്കി വെച്ച ധനലക്ഷ്മി ചിറക്കൽ ബ്രാഞ്ചിൽ പണമടയ്ക്കാനുള്ള ചലാൻ നൽകും. പണമടച്ച ശേഷം രസീതി ഔഷധിയിൽ നൽകിയാൽ മാത്രമേ അഡ്മിഷൻ കാർഡ് ലഭിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷകരിൽ നിന്ന് പണമടച്ച രസീതി തിരിച്ചു വാങ്ങും. ഇതാണ് കോഴ വാങ്ങുന്നതിന് അവലംബിക്കുന്ന രീതി. കോളേജ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന പേരിലാണ് പണം നിക്ഷേപിക്കുന്നതെങ്കിലും കള്ളക്കണക്കുകൾ എഴുതി ഏതാനും ചിലർ ഫണ്ടിൽ നിന്ന് പണം തട്ടുകയാണെന്നും പറയുന്നു. നമ്പർ ഞങ്ങൾക്ക് തന്നത് വ്യത്യാസമുണ്ടല്ലോ. 34 ആയിട്ടോ 33ആണ്. അല്ല ഞങ്ങൾക്ക് തന്ന കാർഡില്ലേ നിങ്ങൾ ഇതിനൊക്കെ നമ്പർ ഉണ്ടല്ലോ. നിങ്ങളവിടെ രജിസ്റ്ററിൽ കയറ്റിയ നമ്പർ. അല്ലാതെ പറ്റില്ല. ഈ നമ്പർ മാത്രം വരില്ലേ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അവിടെ എന്തെങ്കിലും കൊടുക്കാടല്ല മാറ്റി അപ്പൊ നമ്പർ കുറയില്ല. കുന്നംകുളം, ഗുരുവായൂർ, പോർക്കുളം ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV.